അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ആയിഷയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഹബീബ് ഉസ്താദ് അതാ റൂമിലേക്ക് വരികയാണ്. ആയിഷ ആയിഷ അവൾ മുഖം കനപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ആയിഷു, എന്ത് പറ്റി പെണ്ണേ? നീ എന്താ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്? എവിടെ നോക്കട്ടെ. അവളൊന്നും മിണ്ടിയില്ല. എന്താണ് ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്തെങ്കിലും ഒന്ന് പറ. എന്താണ് എൻ്റെ ഒരു അവസ്ഥ? ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു, ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. നീ എന്താ ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം, എനിക്കൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്താ നീ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിന് അത് വല്ലാത്തൊരു വിഷമമായി മാറിയിരുന്നു. സത്യം പറവണ്ണേ, എന്താ നിനക്ക് പറ്റിയത്? നേരെ അതാ ഹബീബ് ഉസ്താദ് ആയിഷുവിൻ്റെ അരികിലേക്ക് അടുക്കുന്നു. ആയിഷു അവളുടെ മുഖമൊന്ന് തിരിച്ചു നോക്കുവാൻ വേണ്ടി, പക്ഷേ എന്നെ തുടരുത്. അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ഹബീബ് ഉസ്താദ് സങ്കടപ്പെട്ടു പോയി. ആയിഷു, നീ എന്താ നമ്മുടെ മധുവിധ തീരും മുമ്പേ എന്നോടിങ്ങനെ പിണങ്ങി നിൽക്കാൻ കാരണം? എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ എനിക്കറിയുന്നില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. എന്താണ് നിനക്ക് ഇത്ര വാശി? എന്തുകൊണ്ടാണ്? എന്ത് തെറ്റുകൾ എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. അവൾ ഒന്നും മിണ്ടിയില്ല, കണ്ണീരൊലിപ്പിച്ചു നിന്നു എന്നല്ലാതെ. ഐഷു, നീ പഴയ ഐഷുവായിട്ട് തിരിച്ചു വരണം. ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെടുന്ന മുഖം വീർപ്പിച്ചിരിക്കുന്ന ഐഷുവിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കത് ഇഷ്ടമില്ല. ഐഷു കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ അവൾക്ക് മടിയായി. അതെ, ശരിയാണ്, സുന്ദരനാണ്, സുമുഖനാണ്, നല്ല സ്വഭാവമാണ്, എല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു വേദന അത് മാറുന്നില്ല. ഐഷുവിന് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല. എന്തൊക്കെ തന്നെയാലും ആ രാത്രി ഐഷുവിൻ്റെ കൂടെ അതാ ഉസ്താദ് കഴിച്ചു കൂട്ടുകയാണ്. പക്ഷേ അവളൊരിക്കൽ പോലും പൂർണ്ണ തൃപ്തയല്ല. അവൾക്ക് എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതെ, ഉസ്താദുമായിട്ട് അവൾ പൂർണ്ണമായ രീതിയിൽ ഒന്നിനും സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്നും കാര്യമായിട്ട് അവൾ സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തില്ല. എന്താ ഐഷു ഇങ്ങനെ? ഞാൻ നിൻ്റെ അരികിൽ വന്നു, നീ തിരിച്ച് റെസ്പോണ്ട് ഉണ്ടെങ്കിലല്ലേ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട്, നിന്നോട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിൻ്റെ മുഖത്ത് ആ ഒരു പൊട്ടിച്ചിരി, ആ കൊഞ്ചലതൊക്കെ കേൾക്കണം. അതൊക്കെ കാണാനും കേൾക്കാനും വന്ന നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നാൽ എന്താ ഇപ്പം ഞാൻ ഇതിനർത്ഥം കണ്ടെത്തുക? എനിക്കറിയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വരില്ല അങ്ങോട്ട്. പെട്ടെന്ന് ഐഷു, വന്നില്ലെങ്കിൽ ഇപ്പം എന്താ, വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഐഷു, നീ എന്തീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഒന്ന് തുറന്നു പറയോ എന്നോട്? ഇതിനെക്കുറിച്ച് എന്ത് കാര്യങ്ങളായാലും സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിൻ്റെ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങി എന്ന് തന്നെ പറയാം. അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് ആകാംക്ഷയോടെ വന്ന ആ ഒരു നിമിഷം, അവളുടെ ആ ഒരു വാക്കുകളും അവളുടെ മുഖഭാവം കണ്ടാൽ ആർക്കും തന്നെ ആ സമയം തന്നെ ഇറങ്ങിപ്പോരാൻ തോന്നുമായിരുന്നു. ഐഷു അവൾ അങ്ങനെയല്ലല്ലോ, എപ്പോഴും കൊഞ്ചലും ചിരിയും കളിയായിരിക്കും അവൾക്ക്. ഇപ്പോൾ അവൾ ആകെ അങ്ങ് മാറിയിട്ടുണ്ട്. എന്താ പറ്റിയത് എൻ്റെ ഐഷു എന്ന് ചോദിച്ചിട്ട് ഒരിക്കൽ പോലും അവൾ അതിന് ഉത്തരവും പറഞ്ഞില്ല. അവളാകെ ശോകമുഖമായി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നത പുലർച്ചെ പള്ളിയിൽ നിന്ന് സുബഹിൻ്റെ ബാങ്കുലി കേൾക്കുന്നു. അപ്പോൾ തന്നെ ഉസ്താദ് അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൻ അതാ പുറത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മ കണ്ടു. ഉമ്മ ഉളുഹ് ചെയ്ത് അകത്തേക്ക് പോവുകയായിരുന്നു. മോൻ പോവുകയാണ് ഇപ്പം തന്നെ. ഉമ്മ, എനിക്ക് ലീവ് ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ പിന്നെ ഇന്നലെ വന്നു എന്ന് മാത്രം. ഞാൻ പള്ളിയിലേ പോട്ടെ, ഇൻഷാ അല്ലാഹ് വരാട്ടോ. മോന് ചായ ഒന്നും കുടിക്കാതെയാണോ പോകുന്നത്? അവിടേക്ക് ഞാൻ ചായ ഉണ്ടാക്കിത്തരാം. അല്ലുമ്മ വേണ്ട. ഇത്ര പെട്ടെന്ന് ഹബീബ് ഉസ്താദ് പോകുന്നത് ഉമ്മ പോലും വിചാരിച്ചില്ല. അതെ, ഉസ്താദ് സങ്കടത്തോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഐഷു മുകളിലത്തെ റൂമിലെ ജനാലയിലൂടെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പോകുന്നത് നോക്കി നിന്നു. അതെ, വളരെയധികം വിഷാദമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതെ, അദ്ദേഹം ആഗ്രഹിച്ചതൊന്നും അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സ്വഭാവം അത് അദ്ദേഹത്തെ കൂടുതൽ വിഷമം ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഐഷുവിന് എന്ത് പറ്റി? എന്താണ് പറ്റിയത്? 2 ദിവസം മുമ്പ് അതാ ഷംന പറഞ്ഞ ആ വാക്ക്
അതെത്രമാത്രം ഉള്ളതായിട്ട് അവൾ കരുതിയിരുന്നില്ല. പക്ഷേ പിന്നീട് ആ തെളിവ് കാണിച്ചപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമായിട്ട് തോന്നി. അതെ, ആ ഉസ്താദിനെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ആ കോളേജിലെ മുഴുവൻ പെൺകുട്ടികളുടെയും മനസ്സിലെ ആ ഉസ്താദാണ്. അതെ, ആ ഉസ്താദിന് പ്രത്യേകതയുണ്ട്. സുന്ദരനാണ്, സുമുഖനാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ തന്നെ ഒരിക്കലും കാണാൻ വരുമെന്നോ വിവാഹം കഴിക്കുമെന്നോ ഒരിക്കൽ പോലും അവൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. ഞാൻ അറിയാതെ എന്നെ കാണാൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ്. സത്യം പറഞ്ഞ് ഞെട്ടിപ്പോവുകയാണ്. ആ കോളേജിൽ പലരും ആഗ്രഹിച്ചിട്ടും എനിക്ക് മാത്രം ആ ഉസ്താദിനെ കിട്ടിയത് എനിക്കറിയുന്നില്ല. എന്നാൽ അന്ന് ഉസ്താദിനോട് ചോദിച്ച, അതേ ഉസ്താദിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ആ, കല്യാണമൊക്കെ ഉറപ്പിച്ചതാണ്. അല്ലേ, എൻ്റെ ബാപ്പ നിങ്ങളോട് സംസാരിക്കും. വേണ്ടോ, എൻ്റെ കല്യാണമൊക്കെ എപ്പോഴും സെറ്റായി കഴിഞ്ഞു. അതെ, ആ പെൺകുട്ടി, അവളുടെ പണിയാണ് അത്. ഒരിക്കൽ പോലും ആയിഷയെ കല്യാണം കഴിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളേക്കാൾ സൗന്ദര്യമുണ്ട് എനിക്ക്, അവളേക്കാൾ പണമുണ്ട് എനിക്ക്, എന്നിട്ട് പോലും ആ ഉസ്താദ് അവളെയാണോ നിക്കാഹ് കഴിച്ചത്? അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങ് അവർ സുഖിച്ചു ജീവിക്കാൻ സമ്മതിക്കില്ല. അവളുടെ ദുഷ്ടബുദ്ധി അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണമെന്ന് അവൾ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഉസ്താദിൻ്റെ ഫോണൊന്ന് വാങ്ങുവാൻ വേണ്ടി അവൾ ചെല്ലുകയാണ്. ഉസ്താദേ, അതും ആയിഷ ഇല്ലാത്ത ദിവസം. ആ ഫോണും തരുമോ? ഞാൻ ഒരു കോൾ ചെയ്യാറാണ്, എൻ്റെ ഉമ്മാക്ക് അത്യാവശ്യമായിട്ട്. ആ, അതിനെന്താ, തരാലോ. അങ്ങനെ അതാ ഹാദിയ ആ ഫോൺ വാങ്ങുകയാണ്. അപ്പോൾ തന്നെ ആ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു വിടുകയാണ്. ഹായ് ഹാദിയ, സുഖമല്ലേ? വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണണം കേട്ടോ. അങ്ങനെ 2-3 മെസ്സേജ് അയച്ച് അവൾ അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. നേരെ അതാ ഉസ്താദിൻ്റെ അരികിൽ, ഇത് ഉസ്താദേ, ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ, ഓക്കെ. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ ഹാദിയ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് ഷംനയോട് പറഞ്ഞു, ഇടി, ആയിഷാൻ്റെ വിചാരം ഓളോട് മാത്രം ഉസ്താദിന് സ്നേഹമുള്ളൂ എന്നാണ്. ഉസ്താദ് എന്നോട് എപ്പോഴും മെസ്സേജ് അയക്കലും ഒക്കെ ഉണ്ട്, കോളാക്കലൊക്കെ ഉണ്ട്. അതിലേക്ക് വന്ന ആ ഒരു കോൾ ലിസ്റ്റും അതുപോലെ ആ ഒരു മെസ്സേജുകളും അവൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ഷംനക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതെ, പിന്നെ ഒരാളും അറിയരുത് കേട്ടോ, ആ ഉസ്താദിൻ്റെ ഭാവി കളയരുത്. പക്ഷേ ഉസ്താദിന് ഇഷ്ടമാണ്, എന്നോട് നല്ല ഇഷ്ടമാണ്. ആയിഷുവിനോട് എത്ര ഉണ്ട് എനിക്കറിയില്ല. ആയിഷുവിന് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ നിൽക്കാൻ കഴിച്ചത്, പക്ഷേ ഇഷ്ടം എന്നോടാണ്. എന്നെ വിളിക്കലും ഉണ്ട്, മെസ്സേജ് അയക്കലും ഉണ്ട്. ഈ എന്തായാലും ഇനിയിപ്പോൾ ആയിഷുവിനോട് പറയാനും നിൽക്കണ്ട, ഇനിയിപ്പോൾ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ആ ഒരു കാര്യം ആയിഷുവിനോട് പറഞ്ഞത്. എടി, സത്യമാണോ? എനിക്കറിയണില്ലടി ആ പെണ്ണ് പറഞ്ഞ ആ കാര്യം. ആദ്യം പറയണേ, ഉസ്താദ് എന്നെ വിളിക്കലുണ്ട്, എന്നെ മെസ്സേജ് അയക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് വിട്ട് കാണിച്ചു തന്നിരുന്നു. ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. തെളിവ് കണ്ടാലും നീ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു തന്നു. അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. 1 ടൈമാണ് ഇട്ടിരുന്നത്. എനിക്കറിയില്ലേ, ഓൾ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം നീയും ഞാനെന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ഹബീബ് ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ സുന്ദരനായ സുമുഖനായ നല്ല സ്വഭാവമുള്ളൊരു ഉസ്താദാണ്. ആ ഉസ്താദിൻ്റെയൊക്കെ ഭാര്യയായി കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് മടുത്തു പോയി, എനിക്ക് സങ്കടം വന്നു സത്യത്തിലും. പക്ഷേ ഇത് യഥാർത്ഥമാണോ ഇല്ല അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഓളെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ ഓൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഓളെ വിചാരം എന്താ, ഓള് ഭയങ്കര കുറച്ച് കൂടുതൽ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല കുറച്ച് കളറുണ്ട്, കുറച്ച് പണമുണ്ട് എന്നുള്ള രീതിയിൽ അവൾക്ക് കുറച്ചൊരു അഹങ്കാരം കൂടുതലുള്ള എനിക്ക് തോന്നിയിരിക്കണ്. പറഞ്ഞിട്ടില്ലേ, എൻ്റെ ബാപ്പ വരും കാര്യങ്ങൾ അന്വേഷിക്കാനെന്നൊക്കെ. അന്ന് എത്രയോ ആൾക്കാരെ മുമ്പെന്ന് അവളെ ക്ലാസ്സിൽ അത് പറഞ്ഞത്. അല്ല, ഇപ്പം അങ്ങനെ പറയാൻ പാടണോ? അന്ന് ഉസ്താദ് പറഞ്ഞത് ഇല്ലല്ല, എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചാന്ന് പറഞ്ഞതല്ലേ. എന്താണല്ലേ ആ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ കാട്ടുക. സത്യം പറഞ്ഞാൽ ഐഷുവിന് അതറിഞ്ഞതിന് ശേഷം മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അതെ, തൻ്റേതെന്ന് മാത്രം കരുതുന്ന തൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ് മറ്റൊരു പെണ്ണിനെ വിളിക്കാറുണ്ട്, മറ്റൊരു പെണ്ണിന് മെസ്സേജ് അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. അവൾക്ക് അതിനുശേഷം യാതൊരു ഉന്മേഷവും ഉണ്ടായിരുന്നില്ല. അതെ, താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ്, അതെ, എന്താ റബ്ബേ ചെയ്യുക, ഞാൻ എന്തിനായിരുന്നു ഇങ്ങനെയൊരു ജീവിതം പഴയ പോലെ തന്നെ ആക്കിയാൽ പോരേനോ. പാവം ഹബീബ് ഉസ്താദ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ വലിയൊരു ചതി നടക്കുന്നത് അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഐഷു മൂകമായി നിൽക്കുന്നത് കണ്ട് ഐഷു സങ്കടപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അതെ, ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. അവൾ എടുക്കുന്നില്ല.
അവളുടെ അരികിൽ പോയി എന്നല്ലാതെ യാതൊരു രീതിയിലുള്ള ഒരു മാറ്റം പോലും അവൾക്കുണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്ന പോലെയാണ്. എന്നാലിപ്പോൾ എന്തായിരിക്കും എൻ്റെ ഐഷുവിന് പറ്റിയത്? അപ്പോൾ തന്നെ ഉസ്താദ് വീണ്ടും അതാ വിളിക്കുന്നു. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. റബ്ബേ, എന്ത് ചെയ്യും? എന്നാൽ ഐഷുവിന് പൊറുതിയോടുണ്ടായിരുന്നു. അവൾ പതുക്കെ ഫോൺ ഓൺ ചെയ്തു. അപ്പോൾ തന്നെ അതാ പ്രിയപ്പെട്ട തൻ്റെ ഉസ്താദിൻ്റെ വിളി വരുന്നു. ഹലോ ഐഷു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ മോളെ, നിനക്ക് എന്ത് പറ്റി? നീ ആകെ ശോകമുഖമായി നിൽക്കുന്നുണ്ടല്ലോ. നിനക്ക് എന്ത് പറ്റി? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാം. നീ തുറന്ന് പറഞ്ഞാൽ എനിക്കതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. നീ തുറന്ന് പറയാതിരുന്നാൽ ഞാൻ എന്താ മോളെ ചെയ്യുക? നീ ഒന്ന് പറ. എനിക്കാകെ ടെൻഷനാണ്. എനിക്കെൻ്റെ പൂർണ്ണമായ സന്തോഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ മുതൽ ഞാൻ ടെൻഷൻ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുത്താമായിരുന്നു. തെറ്റ് ചെയ്തതായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് പറയാം എന്നോട്. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടെ ഒരു വർത്തമാനം ഉണ്ട്. ഐഷു, ഞാൻ നിന്നോട് ചോദിക്കാണ്, എന്താ എന്നെ ഇഷ്ടമല്ല നിനക്ക്? നീ എന്താ ഇപ്പോൾ തന്നെ കല്യാണത്തിന് ആഗ്രഹിച്ചിരുന്നില്ലേ? എന്നെന്താ ഒഴിവാക്കാനാണോ നിൻ്റെ പ്ലാനിങ്? അത് പറയണം ഐഷു. എനിക്ക് എന്നിട്ട് വേണം, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഉസ്താദ് ഒരു നിമിഷം, ഐഷു നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷം കുത്തി ആരോ കയറ്റിയിട്ടുണ്ടല്ലോ. സത്യമായിട്ടും പറയണം, എന്താണ് ഞാൻ ചെയ്തത്? എന്തിങ്ങനെ ചെയ്തത്? അതിനുള്ളൊരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിലല്ലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. എന്താ, എന്നെ വെറുത്തൂലേ നിനക്ക്? വെറുത്തത് എന്നെയല്ലേ? ഐഷു, നീ ഉള്ളിലെന്തോ വെച്ച് സംസാരിക്കണേ. എല്ലാം നീ ഓപ്പണായി തുറന്ന് പറയണം. എങ്കിൽ മാത്രമേ എനിക്ക് തിരുത്താൻ കഴിയുള്ളൂ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഞാൻ ചെയ്തത്? സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ നിന്നിരുന്ന അവരുടെ ദാമ്പത്യ ജീവിതം 2-3 ദിവസത്തിനകം ഇത്രയധികം തകരാൻ കാരണം അത് എന്തായിരിക്കും? ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. ഒരു പക്ഷേ എന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതെ, പഠിക്കുന്ന സമയത്തല്ലേ നിക്കാഹ് കഴിഞ്ഞത്, അതുകൊണ്ടായിരിക്കും. ഉസ്താദ് സത്യം പറഞ്ഞാൽ ശോകമുഖമായിരുന്നു. അന്ന് ക്ലാസ്സിൽ ഐഷുവിൻ്റെ ക്ലാസ്സിലേക്ക് ഉസ്താദ് അന്ന് പഠിപ്പിക്കാൻ പോയില്ല. ആ പീരീഡായപ്പോൾ ഉസ്താദ് എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ആ പീരീഡിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളും. അതെ, ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. ഹബീബ് ഉസ്താദ്, ഷെഫീഖ് ഉസ്താദും ആഷിഖ് ഉസ്താദൊക്കെ വന്നു പോയി. പക്ഷേ ഹബീബ് ഉസ്താദിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അദ്ദേഹം മാത്രം വന്നില്ല. എല്ലാ പെൺകുട്ടികൾക്കും നിരാശയായിരുന്നു. ഐഷു എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ മുഖത്തേക്ക് നോക്കും എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം വന്നില്ല എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് ഒന്ന് വിഷമിച്ചു. എങ്കിലും അവൾക്ക് തോന്നി, വേണ്ട, ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ പോലും ഇനി അദ്ദേഹം വരണ്ട. എന്തിന്? ഹാദിയ. അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഹാദിയയെ നോക്കി. എന്നാൽ ദേഷ്യത്തോടെ ഹാദിയ അവളെ തിരിച്ചു നോക്കി. അവളെ വിചാരം എന്താ, ഉസ്താദ് അവൾക്ക് മാത്രമുള്ളതാണെന്നാ. ഞമ്മക്കെന്താ, സുന്ദരന്മാരായ ഉസ്താദ്മാരൊന്നും പറ്റൂലേ? അപ്പോഴേക്കും ഓള് പിടിച്ചടക്കിക്കണ്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ വാപ്പാനോട് സംസാരിക്കാം. അപ്പോഴേക്കും ഓലെ നിക്കാഹ് കയ്യിലും ഒക്കെ കഴിഞ്ഞു. എന്നാൽ അന്ന് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നില്ല. ഹാദിയ അതാ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു. അല്ല ഉസ്താദ്, ഇന്ന് ഹബീബ് ഉസ്താദ് ഇല്ലേ? ഹബീബ് ഉസ്താദ് ഇപ്പം അങ്ങോട്ട് പോയിട്ടുള്ളൂ. അല്ല, ഞങ്ങളെ പിന്നീട് എത്തിയില്ലല്ലോ. അത് എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ്. ഓ, അവൾ തിരിച്ചു വന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ തേടിക്കൊണ്ടാണ് അവൾ പോകുന്നത്. ആയിഷയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കൂടുതലായിട്ട് അവൾ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് എൻ്റെ ഉസ്താദിൻ്റെ കാര്യത്തിൽ. അല്ല, ശരിക്കും സത്യത്തിൽ അവരങ്ങനെ ബന്ധമുണ്ടോ? അറിയുന്നില്ല. ആയിഷ കരയുകയായിരുന്നു ക്ലാസ്സിലിരുന്ന്. എന്നാൽ ഈ സമയം ഷംന പറയുന്നു, എടി പെണ്ണെ, നീ കരയല്ലേ. നീ കരഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. ആ പെണ്ണ് അങ്ങനെ ഓരോന്നും എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് കാര്യമാക്കണ്ട. ആ പെണ്ണിനെ അസൂയ കൊണ്ട് പറയായിരിക്കും. എന്നാലും മെസ്സേജ് അയച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പം എന്താടി നമുക്ക് അതിൽ? സത്യം പറഞ്ഞാൽ ഹാദിയ അവൾ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ഐഷുവിനെ വെറുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അവൾ നേരെ ഐഷുവിൻ്റെ ബെഞ്ചിൻ്റെ നേരെ മുമ്പിൽ വന്നിരുന്നു. ചില ആൾക്കാർ വിചാരം ഉണ്ടാവും ഉസ്താദുമാർ അവർക്ക് സ്വന്തമാണെന്ന്. അങ്ങനെ ഒരിക്കലും അല്ല. ഉസ്താദുമാരാകുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരുപോലെ മാനേജ് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം കിട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ലല്ലോ. അത് കേട്ട് അവളെ കൂട്ടുകാരികൾ കൂട്ടച്ചിരി മുഴുകി. എന്താടി നിനക്ക്?
അത് അവളെ കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നീ കുറേ നേരം ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഉസ്താദുമാരെന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ഒരാൾ മാത്രം അതങ്ങനെ നിക്കാഹ് കഴിച്ച് പോയി വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മിണ്ടാനും പറയാനും പാടില്ല. അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. അത് പോട്ടെ. ശരിക്കും ആശുവിൻ്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ ഷംനക്കും സങ്കടമായിരുന്നു. എന്താ ഹാദ്യ നിനക്ക്? ഓളെ നിക്കാഹ് കഴിച്ച ഭർത്താവല്ലേ ആ ഉസ്താദ്? നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ? പ്രശ്നമോ? നമ്മളോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ പ്രശ്നം ഉണ്ടാക്കണോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരാൾക്ക് മാത്രം കിട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ലല്ലോ. ഹാദിയ ഭയങ്കര വാശിയിൽ തന്നെയായിരുന്നു. ഉസ്താദിന് നിക്കാഹിൻ്റെ കാര്യം പോലൊന്നും പറഞ്ഞില്ല. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു കണ്ടപ്പോഴന്നെ. ഞാൻ എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിരുന്നു, ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്, നല്ല സുന്ദരനാണ്, സുമുഖനാണ്, ഉപ്പ നിങ്ങളൊന്ന് ഉസ്താദിനോട് ചോദിക്കണം എന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും അവിടെ സെറ്റാക്കി നിക്കാഹും എല്ലാം കഴിഞ്ഞു. നമ്മളോടൊരു വാക്കൊന്നും പറയാതെ. ഇങ്ങനെയൊക്കെ പാടുണ്ടോ? സത്യം പറഞ്ഞാൽ ആയിഷ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഉസ്താദിന് ഇഷ്ടമായിരുന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ ഒരിക്കൽ പോലും അവളെ കാണാൻ വരുന്നത് ഉസ്താദാണെന്ന് അവൾ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അവൾ സത്യത്തിൽ അത്തറിൻ്റെ ഗന്ധമുള്ള ആ റൂമിലേക്ക് പോയപ്പോൾ വെറുതെ ഒന്ന് നോക്കി. ഉസ്താദ് പറഞ്ഞു, അല്ല എൻ്റെ മുഖം കാണണ്ടേ എന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോഴാണ് പറഞ്ഞത്, റബ്ബേ അറിഞ്ഞത് പിന്നെ ഹബീബ് ഉസ്താദാണ് പെണ്ണ് കാണാൻ വന്നതെന്ന്. സത്യം പറഞ്ഞാൽ അവൾ ഞെട്ടിപ്പോകുകയായിരുന്നു. ഒരിക്കൽ പോലും അവൾ വിചാരിച്ചതേ അല്ല ഇങ്ങനൊരു സർപ്രൈസ്. അത് എൻ്റെ ആശയ്ക്ക് തന്ന സർപ്രൈസാണിത്. അല്ലാതെ കരുതി കൂട്ടിക്കൊണ്ടോ ഞാൻ ഉസ്താദിനോട് പ്രേമം നടിച്ച് അദ്ദേഹത്തെ വേണമെന്ന് പറഞ്ഞതോ അങ്ങനെയൊന്നുമല്ല. ഒക്കെ ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും. എന്നാൽ ഹാദിയക്ക് വാശിയാണ്. എൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഉസ്താദ് പറഞ്ഞു എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു എന്ന്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അവളെക്കാളും ഗ്ലാമറും പൈസയും എല്ലാം എനിക്ക് തന്നെയാണ്, എൻ്റെ കുടുംബത്തിനും. എന്നിട്ടിപ്പോൾ ഐഷുവിനെയാണോ കെട്ടിയത് ഉസ്താദ്? അതെ, അവർ ജീവിതത്തിൽ അങ്ങനെ അങ്ങോട്ട് സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹാദിയ വാശിയിൽ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഉസ്താദ് ഈ കളികളൊന്നും അറിയുന്നില്ല. എല്ലാ വിഷമങ്ങളും ഐഷുവിനാണ് നേരെ വരുന്നത്. അന്ന് ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നില്ല. അതെ, ഐഷുവിനെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരുന്നു. അവളുടെ ആ കരഞ്ഞു വീർത്ത മുഖം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ക്ലാസ്സിൽ കയറാതെ അദ്ദേഹം പോകുകയായിരുന്നു. എന്താന്നാവോ ഉസ്താദ് ഒന്ന് വരാതിരുന്നത്? അല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ സൗന്ദര്യം എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കായിരുന്നു. ഇതിപ്പോൾ ഇവളെ ഇതുകൊണ്ട് എന്താന്നില്ലേ. സത്യം പറഞ്ഞാൽ ഹാദിയ അവളെ ശരിക്കും കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട്. എല്ലാ വേദനകളും മനസ്സിലൊളിപ്പിച്ച് ഐഷു കണ്ണീർ വാർത്തു. റബ്ബേ അല്ലാ, കയ്യൂക്കുള്ളവർ കാര്യക്കാരൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊക്കെ കയ്യൂക്കുള്ളവരല്ലേ? എനിക്കൊന്നൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ അല്ലാ. അവൾ വിതുമ്പിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ നമ്മുടെ ഉസ്താദ് എല്ലാം തിരിച്ചറിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.